നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കേരളത്തിന് മാതൃകയായ, ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. മറ്റാരുമല്ല, ചാക്കോ പെരിയപുരം. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം ഹൃദയത്തിൻ്റെ ഭാഷയിൽ തുടരുക. താങ്കളുടെ ഹൃദയത്തിലൂടെ ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? ഞാൻ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ടെൻഷൻ ഉണ്ടോ? ജോൺ ബ്രിട്ടാസിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു വളരെ അഭിമാനമുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു വികാരഭേദങ്ങളുണ്ട്. ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഉള്ളൊരു വികാരഭേദങ്ങളില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു അതിനേക്കാൾ ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് ഈ ഷോയിൽ പങ്കെടുക്കാന്നുള്ളത്. തീർച്ചയായിട്ടും. ഹൃദയത്തിൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കുക എന്ന് പറയും. ഏതാ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ? ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഭാഷയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിലാണോ ജേമിയോട് ആദ്യം സംസാരിച്ചത്? തീർച്ചയായിട്ടും. പ്രണയവിവാഹമായിരുന്നു? അല്ല. ഇത്രയും ഹൃദയമുള്ള ഡോക്ടർ എന്തുകൊണ്ടൊരു പ്രണയവിവാഹം കഴിച്ചില്ല? അതാണ് ഒരുപാട് മരണന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു കസേരയാണ്. ഇവിടെ ഈ കസേരയിൽ ഹൃദയത്തെ കൈകാര്യം ചെയ്യേണ്ട അതേ തന്മയത്വത്തോടെയാണ് എനിക്കിപ്പോൾ ഡോക്ടറെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഡോക്ടർക്ക് പത്മശ്രീ ലഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പത്മശ്രീ കൊടുക്കേണ്ടി വരുന്ന ഡോക്ടറുടെ ഭാര്യയ്ക്കാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. പെട്ടെന്ന് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ ആ ചെറു വിമാനത്തിൽ താങ്കൾ കയറുന്നു, താങ്കളോടൊപ്പം മിടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. റെസിപ്പിയന്റ് ഷുഡ് നോട്ട് നോ ഹു ഈസ് എ ഡോണർ. അതാണ് ഐഡിയൽ സിറ്റുവേഷൻ. അതാണ്. ഒരുപക്ഷെ അവിടെ ആ പെട്ടിയിലിരിക്കുന്ന ഹൃദയത്തെക്കാൾ കൂടുതൽ മിടിച്ചിരുന്നത് വേണമെങ്കിൽ ഡോക്ടറുടെ ഹൃദയമായിരിക്കാം. ആദ്യത്തെ ഹാർട്ട് റീട്രാൻസ്പ്ലാന്റ്, ഹൃദയം ഘടിപ്പിച്ച ഒരാൾക്ക് വീണ്ടും ഒരു ഹൃദയം വെച്ച് കൊടുക്കുന്ന ആ റെക്കോർഡ് താങ്കൾ അവിടെ കരസ്ഥമാക്കി. ഗിരീഷ് അല്ലേ, ഒരു ഹൃദയം വെക്കുന്നു, ആ ഹൃദയം പ്രവർത്തനരഹിതമാകുന്നു. ഇതൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമില്ല ഡോക്ടർ. എങ്ങനെ ഡോക്ടർക്ക് അങ്ങനെ ഒരു രണ്ടാമതൊന്നും കൂടി ഒരു പരീക്ഷണം നടത്താമെന്ന് തോന്നിയത് എങ്ങനെയാണ്? അത് പരീക്ഷണമായിരുന്നില്ല, അതൊരു ആവശ്യകതയായിട്ട് മാറി എന്നുള്ളതാണ്. ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾക്ക് വളരെ ചുരുക്കമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടു കിട്ടാറുള്ളൂ. നമ്മൾ ഹൃദയം മാറ്റിവെച്ച എല്ലാ വ്യക്തികൾക്കും ആത്മധൈര്യമുണ്ട്, നമ്മൾ സാധാരണ ഒരു ആവറേജ് പേഴ്സണേക്കാളും. കാരണം സ്വന്തം ഹൃദയം മാറ്റിവെക്കപ്പെടാനുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ശക്തമായ ഇൻഡിവിജ്വാലിറ്റി ഉള്ളൊരു വ്യക്തിക്ക് അത് സാധിക്കും. ഗിരീഷ് വാസ് എക്സ്ട്രാ ഓർഡിനറിലി ബ്രേവ്. മാത്രമല്ല, അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ അസുഖത്തെപ്പറ്റിയും ഒരു ഡോക്ടർക്ക് അറിയാവുന്ന അത്രമാത്രം ഇൻഫർമേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യത്തെ ഹൃദയം മാറ്റിവെൽ, അദ്ദേഹം ബാംഗ്ലൂരാണ് ജോലി ചെയ്തിരുന്നത്. ലിസി ഹോസ്പിറ്റൽ എൻ്റെ അടുത്ത് കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ അസുഖത്തെപ്പറ്റി പറഞ്ഞു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. ഗിരീഷ് നേരെ പറഞ്ഞിട്ട് എനിക്കറിയാം, ഐ നോ ദാറ്റ് ഡോക്ടർ. അപ്പോൾ എന്താണ് ഗിരീഷിൻ്റെ തീരുമാനം? ഞാൻ ഡോക്ടറെ പറ്റി അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ രണ്ടാമത്തെ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ മാറ്റിവെച്ച ഹൃദയത്തിൽ ഒരു വാൽവിന് ഇൻഫെക്ഷൻ വന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ആ ഇൻഫെക്ഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് വാർഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായ സമയത്ത് പെട്ടെന്ന് ഹൃദയം നിശ്ചലമാകുന്നു. ഞങ്ങളെല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓടിച്ചെന്ന് അദ്ദേഹത്തെ റിവൈവ് ചെയ്യുകയാണ്. ഏകദേശം 30 മിനിറ്റോളം അദ്ദേഹത്തിന് റിസസിറ്റേഷൻ കൊടുത്തു. ഞങ്ങളുടെ ഇവിടെ പങ്കെടുക്കുന്ന പല വ്യക്തികളും അതിൻ്റെ ഭാഗഭാക്കുകളായിരുന്നു. ഒരിക്കലും തിരികെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വീണ്ടും മിടിച്ചു തുടങ്ങി. അദ്ദേഹത്തെ ഞങ്ങൾ ICUവിൽ കൊണ്ടുവന്നു. 2 ദിവസം അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹം അനായാസം പുറത്തു വന്നു. വീണ്ടും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഗിരീഷിനോട് ഞാൻ പറയുന്നത്, ഗിരീഷെ, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒന്നുകിൽ ഗിരീഷിൻ്റെ ഹൃദയം മാറ്റി വെക്കണം വീണ്ടും, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ വന്ന വാൽവ് മാറ്റി വെക്കണം. അപ്പോൾ ഗിരീഷ് പറഞ്ഞു, ഡോക്ടർ, എനിക്കറിയാമായിരുന്നു, ഈ വാൽവിന് ഇൻഫെക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്തു. ലോകത്തിലെ എല്ലായിടത്തും വാൽവ് വീണ്ടും മാറ്റിവെച്ച പേഷ്യൻസിൻ്റെ റിസൾട്ട് മോശമായിരുന്നു. ഇപ്പോൾ രണ്ടാമതൊരു ശസ്ത്രക്രിയ ഡോക്ടർ എന്നിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം വീണ്ടും ഒന്ന് മാറ്റിവെക്കുന്നതായിരിക്കും എൻ്റെ പേഴ്സണൽ താല്പര്യമെന്ന് ഗിരീഷ് എന്നോട് പറയുന്നു. ഓക്കെ. അപ്പോൾ ഗിരീഷിനോട് ഞാൻ തിരിച്ച് പറയുകയാണ്, ഗിരീഷെ, ഒരു ഹൃദയത്തിനായിട്ട് മാസങ്ങൾ രോഗികൾ കാത്തിരിക്കാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം ഒരു എർജൻറ്റ് സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹൃദയം കിട്ടുക, രണ്ടാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഇന്ത്യയിൽ ആരും ചെയ്ത് വിജയിപ്പിച്ചിട്ടില്ല. അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ആ സമയത്ത് ഹൃദയം കിട്ടാനുള്ള ഒരു സാധ്യത, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹം കൈ പിടിച്ച് എന്നെ ഇങ്ങനെ കാണിച്ചു. ഞാൻ അവിടെ നിന്ന് മാറി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഗിരീഷിന് വീണ്ടും രണ്ടാമത്തെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയാണ്. ഹൃദയം നിശ്ചലമാകുന്നു. ഇത്തവണ ഏകദേശം 50 മിനിറ്റോളം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ആർട്ടിഫിഷ്യലായിട്ട് മസാജ് കൊടുത്ത് അദ്ദേഹത്തെ വളരെ അത്ഭുതകരമായിട്ട് റിവൈവ് ചെയ്തു. ആ റിവൈവ് ചെയ്യുന്നതിൻ്റെ അവസാന സമയങ്ങളിൽ പ്രതീക്ഷ വിട്ട് ഞാൻ എൻ്റെ മുറിയിൽ വന്ന് തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനസ്തറ്റിസ്റ്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാം ഈ ഡോറിലൂടെ വന്നിട്ട് എന്നോട് പറയാണ്, സാറേ, ലേക്ക് ഷോർ ആശുപത്രിയിൽ ഒരു 35 വയസ്സുള്ള ഒരു ഹെൽത്തി പേഴ്സൺ ബ്രെയിൻ ഡെഡ് ആയിട്ട് ഹൃദയം നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ കൈയെടുത്തിട്ടും പെട്ടെന്ന് ഡോക്ടർ ജേക്കബിൻ്റെ മുഖത്തേക്ക് നോക്കി. ജേക്കബ് ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പാണ്, മാച്ച് ചെയ്യുന്നതാണ്. ആ സമയത്ത് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വികാരമുണ്ടായ ഒരു സമയമായിരിക്കും എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ. കാരണം ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ അനിവാര്യതയിൽ പ്രഷറൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ഹൃദയം കൊണ്ടുവന്ന് രണ്ടാമത് ഗിരീഷിൽ സ്ഥാപിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, ഇതെല്ലാം മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ അവിടെ കസരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലെറ്റ് us ഗോ. പിന്നീടുള്ള നിമിഷങ്ങളും മണിക്കൂറുകളും എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങളുടെ ടീം അംഗങ്ങൾ, ഞങ്ങൾക്കൊരു നല്ല സ്ട്രോങ് ടീമുണ്ട്. ഡൊണേഷന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളിലേക്ക് കയറുകയാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് തയ്യാറാക്കുന്നു, ഒരാൾ ഐസ് തയ്യാറാക്കുന്നു, ഒരാൾ പെട്ടി ശരിയാക്കുന്നു, ഒരാൾ ബാഗ് റെഡിയാക്കുന്നു, ചിലർ ആംബുലൻസ് റെഡിയാക്കുന്നു. ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ രാജേഷ് അതിനുള്ള എല്ലാ സംരംഭങ്ങളും നടത്തുന്നു. ഇതുപോലത്തുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഞാൻ അറിയാതെ തന്നെ സെറ്റായിട്ട് നടക്കുകയാണ്. ഒരു ടീം ഹൃദയം കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ആ രോഗിയുടെ ആശുപത്രിയിലേക്ക് പോയിരുന്നു. അതിൻ്റെ പരിശോധനയ്ക്കായിട്ട് ഹൃദയം സ്യൂട്ടബിൾ ആണോ, അതിനെന്തെങ്കിലും കൺജനീറ്റലായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇലക്ട്രോളൈറ്റ് ഇൻബാലൻസ് ഉണ്ടോ, അങ്ങനത്തെ ഒത്തിരി പരിശോധനകൾക്കായിട്ട് സ്കൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ്, അവരുടെ ടീം എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു, ഡോക്ടർ ജേക്കബ് ഉൾപ്പെടെ. അതെല്ലാം യാന്ത്രികമായിട്ട് നടക്കുകയാണ്. അങ്ങനെ 1-2 മണിക്കൂറിനകം എല്ലാം നമ്മൾ സെറ്റാകുന്നു. അന്ന് രാത്രിയിൽ തന്നെ ലേക്ക് ഷോറിൽ പോയി ആ ഹൃദയം എടുത്തുകൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോൾ പുതിയ ഹൃദയം ഗിരീഷിൻ്റെ ശരീരത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങി. അത് വലിയൊരു ചരിത്രമായിരുന്നു. അത് ഗിരീഷിൻ്റെ ആത്മധൈര്യം. ഞങ്ങൾക്കത് ആ സമയത്ത് ഹൃദയം കാർഡിയക് അറസ്റ്റ് വന്നിട്ട് നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ അത് റിവൈവ് ചെയ്യുന്ന സമയത്ത് ഒരു അവയവം ദാനം ചെയ്യാനായിട്ട്, അതേ ഗ്രൂപ്പിലുള്ള അവയവം ദാനം ചെയ്യാനായിട്ടൊരു ഒരാൾ വന്നു. ദൈവികമായിട്ടുള്ള ഇടപെടൽ എന്നുള്ളതല്ലാണ്ട് അതിനെ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ രണ്ടാമതൊരാളുടെ ഹൃദയം മാറ്റിവെച്ചു എന്നുള്ള ഇന്ത്യയിലെ റെക്കോർഡ് താങ്കൾക്ക് സ്വന്തമാക്കിയത് ഈ ഗിരീഷിൻ്റെ രണ്ടാമത്തെ ഹൃദയ ശസ്ത്രക്രിയയാണ്. ഡോക്ടറുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേണമെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഇത്രയും വർഷം ഞാൻ ജോസിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ട് ഐ തിങ്ക് വൺ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇംപ്രസ് ചെയ്തിരിക്കുന്ന ഇസ് ദിസ് എനർജി ദാറ്റ് യു ഹാവ്. ഇറ്റ്സ് എ ട്രെമൻഡസ് എനർജി. രാത്രിക്ക് 4 സർജറി കഴിഞ്ഞിട്ടും ഡോക്ടർ ജോസിനെ ഞാൻ മീറ്റ് ചെയ്യുമ്പം ലുക്സ് ഫ്രഷ്, ആസ് എ ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്ന് ഇരിക്കുന്ന പോലെയാണ്. ആൻഡ് ഹീ ഈസ് ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സർജറി. ഇൻഫാക്ട് കാത്ത് ലാബിൽ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷീണം വരുമ്പോഴത്തേനും ഞാൻ തിയേറ്ററിലോട്ട് പോയിട്ട് ഡോക്ടർ ജോസിനെ കാണും. ആൻഡ് വി ഫോർഗെറ്റ് our tiredness. I wonder from where you get this tremendous energy. See, പൊതുവെ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ everybody works for about 8 to 10 hours a day. It's a busy center. From 8 o'clock in the morning till about 10-11 in the night, you perform about 4 to 5 bypass surgeries. That by itself is an incredible feat for a human being for so many years. താങ്കളുടെ ഒരു പവറിൻ്റെ എനർജി ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൊഫഷൻ ഇങ്ങനെ തലയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണവും ഒരു ബുദ്ധിമുട്ടും ഒരു വിശപ്പും ഒന്നും ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും നമ്മളൊരു ഹാർട്ട് സർജന് അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജന് വേണ്ട ഒരു ബിഗ് ക്വാളിറ്റിയാണ് ഒരു സർജറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. കാരണം വേറെ ഏത് സ്പെഷ്യാലിറ്റിയിൽ ഒരു ശസ്ത്രക്രിയ പരാജയപ്പെട്ടാലും ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. ഒരു ഹൃദയ ശസ്ത്രക്രിയയുടെ പരാജയം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നഷ്ടമാണ്. ആ വ്യക്തി മരിക്കുക എന്നുള്ളതാണ് ഹാർട്ട് സർജറി ഫെയിലിയർ. അവിടെ നമ്മൾക്ക് ബാഹ്യ പ്രേരണകൾക്കോ
ബാക്കിയുള്ള സ്റ്റിമുലേഷൻസിനും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അത് 3 മണിക്കൂർ കൊണ്ട് തീരേണ്ട ശസ്ത്രക്രിയ 8 മണിക്കൂറായാലും 13 മണിക്കൂർ വരെ ഒറ്റ നിൽപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ. അവിടെ നമ്മൾക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. വി ആർ ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഫെയിലിംഗ് ദ സർജറി മീൻസ് ലോസ് ഓഫ് ലൈഫ്. ജീവൻ തുടിക്കുന്നതാണ് താങ്കളെ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡ് മുതൽ എത്ര വയസ്സ് മുതലാണ്, ഏകദേശം 24-ാമത്തെ 25-ാമത്തെ വയസ്സ് മുതൽ ഹൃദയ ശസ്ത്രക്രിയയിൽ. ഇപ്പം എത്ര ഹൃദയ ശസ്ത്രക്രിയ ഡോക്ടർ ചെയ്തിട്ടുണ്ടാവും? ഏകദേശം 15,000-നോടടുപ്പം. 15,000 ഹൃദയങ്ങളുമായിട്ട് താങ്കൾ സംവദിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ താങ്കളോടൊരു ചോദ്യമായിട്ടില്ലെങ്കിൽ താങ്കളോട് എന്തോ ആരാഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ഇവിടെ ഈ ഷോയിൽ ഭാഗവാക്കാകുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടറുടെ ആതുര സേവന താല്പര്യവും ഡോക്ടറുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ താല്പര്യമൊക്കെ വളരെ സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഡോക്ടർ സാധാരണ നമ്മൾ പറയുന്ന ഡോക്ടർ ദൈവത്തിന് താഴെയാണെന്നാണ്. ദൈവം കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ കഴിവുള്ള ആൾ ഡോക്ടർ. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ചിന്തകളും ധാരണകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഹൃദയം കൊണ്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അല്ലെങ്കിൽ ഹൃദയത്തെ തൊട്ടു, ഹൃദയം കൊണ്ട് പറഞ്ഞു, ഹൃദയത്തെ കാണുന്നു. അങ്ങനെ ഹൃദയം എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ടെന്നത് ഫിസിയോളജിക്കലി തന്നെ സത്യമാണ്. ഈ നമ്മൾ വളരെ പെട്ടെന്ന് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ലോലമായ ഒരു അവയവമാണ് ഹൃദയം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഹൃദയം വളരെ സൂക്ഷിച്ചാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നാലും ഈ ഹൃദയത്തെ താങ്കൾ പെട്ടെന്ന് ഇത്ര അനായാസമായിട്ട് എങ്ങനെ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യുന്നു? പലരും കേട്ടില്ലേ ചില കാമുകന്മാരുടെ ഹൃദയം എടുത്ത് അമ്മാനമാടി എന്നൊക്കെ പറയുന്ന പോലെ അത്ര ലാഘവത്തോടുകൂടി ഈ ഹൃദയം എടുത്ത് നിങ്ങൾ ഇതെങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്, എന്താണ് ഇതിൻ്റെ മാജിക്? അത് നമ്മൾ താങ്ക് യു മമ്മൂട്ടി ഫോർ ദ കമൻറ്റ്സ്. നമ്മൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നമ്മളെ ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവയവങ്ങളിലൊന്നാണ് ഹൃദയം. മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കണ്ണാണ്. കണ്ണുകളും ഹൃദയവുമാണ് ശരീരത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവയവങ്ങൾ. ഹൃദയം നമുക്ക് കാണാമാവില്ല ഫിസിക്കലി, പക്ഷെ നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഭിത്തിയിൽ വരച്ചിട്ടുള്ളൊരു അവയവം അത് തന്നെയായിരിക്കും. അത് തന്നെയാണ്. അതിന് ഉള്ളിക്കൂടെ ഒരു ആരമൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള. അതെ അതെ. അപ്പം ഡോക്ടർ പഠിച്ച മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭിത്തികളിലൊക്കെ ഒരുപാട് ഹൃദയം തറച്ചു വെച്ചിരുന്നു ആൾക്കാർ. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളിലൊക്കെ ഇങ്ങനെ ഹാർട്ട് തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ടിട്ടാണോ താങ്കൾ ഹൃദയ ഡോക്ടറാകാൻ താല്പര്യപ്പെട്ടത്? ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ അതൊന്നും വലിയൊരു ഇതായിരുന്നില്ല. ഞങ്ങളിപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ പടങ്ങൾ വരച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ മൊബൈലിലൊക്കെ പറഞ്ഞ പോലെ അന്നൊക്കെ ഞങ്ങൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന പരിപാടികളായിരുന്നു. ഈ പ്രണയ ലേഖനങ്ങൾ കൊടുക്കുന്നത് കത്തുകളായിരുന്നല്ലോ അന്നൊക്കെ കൊടുത്തിരുന്നത്. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു നിമിഷം മറന്നുപോയി. അതെ അതെ. അപ്പൊ ഞാനൊരിക്കൽ 2003 ഹൃദയം ആരോപിടും പെൺകുട്ടിക്കുന്ന സ്ഥലത്തേക്ക്. അതെ. അപ്പൊ ആരോയില് നമുക്ക് വേണ്ട മെസ്സേജ് അപ്പൊ കറക്റ്റ് അവിടെ ചെന്ന് ഞാൻ ഡോക്ടർക്ക് ഒരു പേപ്പർ ഡോക്ടർക്ക് ഉണ്ടാക്കി വിടാൻ പറ്റും. ഞാൻ വിട്ടിട്ടില്ല. അപ്പൊ വിടുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു അത്ര. അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവയവം മാത്രമാണ്, പ്രത്യേകിച്ച് ശസ്ത്രക്രിയയുടെ സമയത്ത്. അതുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ ഹൃദയമിട്ട് അമ്മാനമാടുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അതൊരു സിനിമാറ്റിക് വേർഡ്സ് ആണ്. ഒരു കലാകാരൻ കാണുന്ന പോലെ അല്ല താങ്കൾ ഹൃദയത്തെ. അതെ അതെ. രണ്ടും വ്യത്യാസമാണ്. ഇറ്റ്സ് എ ലൈഫ്, ഇറ്റ്സ് എൻ ഓർഗൻ, ഇറ്റ്സ് എ പ്രഷ്യസ് ഓർഗൻ ആൻഡ് ഇറ്റ് ഈസ് ഡിസീസ്ഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സോർട്ടഡ് ഔട്ട്. അത് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതായത് ഇത് ആരാണ്, ഞാൻ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന വ്യക്തി ചിലപ്പം എൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവായിരിക്കാം. പക്ഷേ ഞാൻ ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആരുടെ ഹൃദയമാണ് എന്നുള്ളൊരു ചിന്ത ഡോക്ടറുടെ മനസ്സിലുണ്ടാകില്ല. ഈ ഹൃദയത്തിലെ അസുഖം എന്താണ്, ബ്ലോക്കുകൾ എവിടെയാണ് ഞാൻ ബൈപ്പാസ് കണക്ട് ചെയ്യേണ്ടത്, അതുപോലത്തെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ. അതിൻ്റെ ഹൃദയത്തിൻ്റെ സർഗാത്മകതയേക്കാൾ താങ്കൾ ഹൃദയത്തിൻ്റെ ഒരു മെഡിക്കൽ വശത്തിനാണ് താങ്കൾ ഊന്നൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. മമ്മൂക്കയാണ് ഹൃദയ ഡോക്ടറെങ്കിൽ അതിൻ്റെ സർഗാത്മകതയ്ക്കായിരിക്കും വേണമെങ്കിൽ ഊന്നൽ കൊടുക്കുക. ഒരാളും കൂടെ വരട്ടെ. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം
ഇക്കാലത്തിൻ്റെ മെഡിക്കൽ സൈഡിലെ ഇതിഹാസ നായകൻ എന്ന് തന്നെ തീർത്ത് പറയാം. ഇന്ന് ഞാൻ ഉയിരോടിരിക്കുന്നതിൻ്റെ കാരണം മിസ്റ്റർ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്ന് പറഞ്ഞ ഈ ഇതിഹാസ പുരുഷൻ മൂലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഡോക്ടർ? എനിക്കറിയത്തില്ല. ഐ എം എ ലേമാൻ, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഓൾ ദിസ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, ഈ ആർട്ടറിയോ വെയിനോ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആർട്ടറിയുമായിട്ട് എങ്ങനെ വല്ല പശ വെച്ച് ഒട്ടിക്കുകയാണോ എന്ന് അറിയാതെ തമാശ വേണം ചോദിച്ചു. ഫെവിക്കോളുമാതിരി വല്ലതും വെച്ച് ഒട്ടിക്കുകയാണോ എന്ന് ചോദിച്ചു. പുള്ളി ചിരിച്ചു. അത് ഞാൻ തയ്ക്കുക എന്ന് പറഞ്ഞു. ഒരു സൂചിയുണ്ട്, സ്പെഷ്യൽ മെറ്റൽ വെച്ചുണ്ടാക്കിയ ഒരു സൂചി വെച്ചിട്ട്, വലിയ കോസ്റ്റ്ലി അത് വെച്ചിട്ട്, അത് വളഞ്ഞ സൂചി, അതേ ഇങ്ങനെ നൂല് മാതിരി, അതൊക്കെ സ്പെഷ്യൽ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്ന നൂലൊക്കെ വെച്ചിട്ടാണ് ഈ ആർട്ടറിയും രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. തയ്ക്കുന്നതിനിടെ 2 ആർട്ടറി അല്ല ഒരു വെയിനിൻ്റെ പീസുമായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് എടുക്കുന്നത്? അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന കാലിൽ നിന്നാണ് എടുക്കുന്നത് ക്യാപ്റ്റൻ. പക്ഷേ ഇപ്പോൾ എടുക്കുന്നത് ക്യാപ്റ്റൻ ഇവിടെ ഒരു ചെസ്റ്റിൽ ഒരു റൂഡിമെൻ്ററി ബ്രസ്റ്റ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ, ഇതിനടിയിൽ കൂടാണ് ഏറ്റവും നല്ല ആർട്ടറി പോകുന്നത്. ഈ ആർട്ടറിയാണ് ഞങ്ങൾ മുറിച്ചെടുത്ത് ക്യാപ്റ്റൻ്റെ ഹൃദയത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ബൈപ്പാസായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് അത് തയ്ച്ച് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനിടെ കൂടെ വല്ല തയ്ക്കുമ്പം കുറച്ച് ഫ്ലഷ് അല്ലേ, അപ്പോൾ വല്ല ബ്ലഡ് വല്ലതും ലീക്ക് ചെയ്ത് പോകില്ലേ, അവിടെയാണ് ലീക്ക് വരാതെ തയ്ക്കുന്നതാണ് അതിൻ്റെ മികവെന്ന് പറയുന്നത്. അദ്ദേഹം അത് ലീക്ക് വരാതെ തയ്ച്ച് പിടിച്ച് നോക്കി കൺഫേം ചെയ്യും ബ്ലഡ് ഫ്ലോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രണ്ടാമത് അടയ്ക്കുന്നത്. ഈ ക്യാപ്റ്റൻ രാജു താങ്കളോടുള്ള ആദരവും ബഹുമാനവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ 15,000 പേരും താങ്കൾ നേരിട്ട് കൈകാര്യം ചെയ്ത 15,000 ഹൃദയത്തിൻ്റെയും ഉടമകൾക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഒരുപക്ഷെ താങ്കളുടെ ഹൃദയ വായ്പിന് പാത്രമായ ഒരു വ്യക്തിയുണ്ട്, ശ്രുതി. പറയൂ, ഡോക്ടറോട് എന്താ പറയാ, സമൂഹത്തോട് എന്താ പറയാനുള്ളത്? ആരാണ് ശ്രുതി? പറ. എൻ്റെ പേര് ശ്രുതി. ഞാൻ ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹാർട്ടിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ മാറ്റി വെക്കണമെന്നൊക്കെ സാർ ആദ്യം പറഞ്ഞപ്പോൾ ശ്രുതിയുടെ ഹൃദയം വേറൊരു ഹൃദയമാണ്. അതെ, ശ്രുതി ജനിച്ചപ്പോഴുള്ള ഹൃദയമല്ല. ഇപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ഹൃദയം മാറ്റി വെച്ചത്? 24. അപ്പൊ ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ആ ഹൃദയത്തിന്റെ കൂടെ പോയി അല്ലേ? അയ്യോ, അല്ലേ ഡോക്ടറെ? പഴയ ഹൃദയത്തിലുള്ള അവരെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ? പോയി. ശരിയല്ലേ പറഞ്ഞേ? ശരിയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞു. ഡോക്ടർ അതൊക്കെ കണ്ടിരുന്നു എക്സ്റേ ചെയ്തപ്പോൾ. ഡോക്ടർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിന്റെ പാടം അവിടെ. അത് ഡിലീറ്റ് കളഞ്ഞല്ലേ? എന്നിട്ട് 24-ാമത്തെ വയസ്സിൽ പറ. 24-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇതൊരു ചങ്ങനാശ്ശേരിയിലുള്ള ജോസഫ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഹാർട്ടാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഇപ്പൊ എത്ര കാലമായി? ഇപ്പം 2 വർഷം. ഈ കഴിഞ്ഞ 13-ാം തീയതി വന്നപ്പോ 2 വർഷം തികച്ചു. ശ്രുതി, ഞാൻ 1-2 ചോദ്യം ചോദിച്ചോട്ടെ? എന്താ കാരണം വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ലേമൻസിന്, പ്രേക്ഷകർക്ക് മനസ്സിൽ വയ്ക്കരുത്, ഇത് എൻ്റെ ശരീരത്തിൽ മിടിക്കുന്ന ഹൃദയം വേറൊരാളെ ആണ് എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ തോന്നിയിട്ടില്ല. ഇല്ല. എപ്പോഴെങ്കിലും വേറൊരാളുടെ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ തോന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നോ ഇല്ല, അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നോ ഇങ്ങനെ മറ്റൊരാളുടെ ഹാർട്ടാണ് ഇരിക്കുന്നതെന്നോ ഒരു തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞ ആ ഒരു വ്യത്യാസം ഒഴിച്ചാൽ വേറൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇല്ല. അല്ലേ? കുറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഹൃദയം തന്ന ആളോടുള്ള എന്താ ശ്രുതി, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴെന്താണ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവരെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ആ ചേട്ടൻ്റെ സിസ്റ്റർ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഫോണിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായപ്പോഴും അവർ വിളിച്ചു, സംസാരിച്ചു. അവർക്ക് സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നതിൽ. അവരോട് ഒരുപാട് നന്ദി, കടപ്പാടുണ്ട്. അവരുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും? ഇല്ല. ജസ്റ്റ് അവര് വിളിക്കും, നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും, അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതിന് ഡോക്ടർ എതിരാണല്ലേ? ആക്ച്വലി പ്രൊമോട്ട് ചെയ്യാറില്ല. ഒരു വൈകാരികമായിട്ടൊരു അടുപ്പ് ഉണ്ടായിരുന്നുള്ളതാണ്. ശ്രുതി, ഇത് ഹൃദയം മാറ്റി വെക്കണം, എൻ്റെ ഹൃദയം കളഞ്ഞ് വേറൊരു ഹൃദയം വെക്കണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ സാധാരണ ആൾക്കാർ ഒന്ന് ഞെട്ടിക്കുന്നതാണ്. എന്താ കാരണം വെച്ചാൽ കുട്ടിയാണെങ്കിൽ ഒരു സാധാരണ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു കുട്ടിയാണ്, ഒരു ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഇതുപോലുള്ള വലിയ ഒരു ഓപ്പറേഷന് വിധേയമാകുമ്പോൾ സംഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിൽ ഒരുപാട് മിന്നലാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ പ്രശ്നം. പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ള
ഇതാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാണ് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് തന്നെ, ഇതിനുള്ള ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും, വേറൊന്ന് എൻ്റെ ഹൃദയം എങ്ങനെ മാറ്റിക്കിട്ട് വേറൊരു ഹൃദയം എടുത്ത് വെക്കുന്നു, അതൊന്ന് സങ്കല്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പേടിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഇതാണ് സാറ് പറയാൻ പോകുന്നതെന്ന്. നമ്മളോട് ചെന്നിരുന്നു, പിന്നെ സാറെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു, വളരെ തന്മയത്തോടെ എല്ലാം പറഞ്ഞു തന്നു. അന്നേരം ഞാൻ കേട്ടിരുന്നു. ഈ ഹൃദയം മാറ്റി വെക്കുന്നു പറഞ്ഞപ്പോഴെന്താണ് ശ്രുതിക്ക് ഇവിടെ ഒരു ചുറ്റിക്കൊണ്ട് ഇടിയടിച്ചോലെ? സാറിന്റെ മുമ്പ് വെച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സാറ് മാറി കഴിഞ്ഞപ്പോഴാണ്, കഴിഞ്ഞപ്പോ കുറച്ച് കരഞ്ഞു, പുറത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഓക്കെ സമ്മതിച്ചു, ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തി. ഈ കുട്ടി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളും ഈ കുട്ടിക്ക് ഇപ്പം ചെയ്യാവോ ഡോക്ടറെ? ജോലി ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ ഒരു പേഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രണം വരുത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം എത്ര മാച്ചിങ് ആണെങ്കിലും നമ്മുടെ ശരീരം ഈ ഹൃദയത്തെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത. അത് ഏത് കാലയളവ് വരുവാണ്? ജീവിതകാലം മുഴുവനും അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ സമയം കഴിയുന്നതോടൊപ്പം അതിന്റെ ഫസ്റ്റ് 1 year ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ ഫസ്റ്റ് 1 yearൽ റിജക്ഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു വർഷം ഇവർക്ക് പ്രത്യേക ഡ്രില്ലുണ്ടോ, മെഡിക്കൽ ഡ്രില്ലുണ്ടോ? മെഡിക്കൽ ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഹയർ ഡോസസിൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയും, നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ചില മെഡിസിൻസ് കൊടുക്കണം. അത് നല്ല ഹയർ ഡോസസിൽ ഹയർ ലെവൽ രക്തത്തിൽ നമ്മൾ പരിശോധിക്കാൻ്റെ ലെവലുകൾ ആ ഹയർ ലെവലിൽ നിർത്തുന്ന ഒരു 1 year ആയിരിക്കും. ആ സമയത്ത് ഈ ഹൃദയത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മൾ കുറയ്ക്കുന്നതോടൊപ്പം നമ്മളുടെ മറ്റ് അണുബാധകളെ ചെറുക്കാനുള്ള റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞു പോകും. ഒരു വർഷം വളരെ ക്രൂഷ്യലാണ്. അതെ, ആ സമയത്ത് ഇവർക്ക് പബ്ലിക്കിലേക്ക് കൂടുതൽ മിക്സ് ചെയ്യാനും മിങ്കിൾ ചെയ്യാനുള്ള അനുവാദം നമ്മൾ അധികം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ലിമിറ്റേഷൻസ് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഇവരെല്ലാവരും ഇപ്പോൾ തിരിച്ച് അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കും. ഏത് ജോലിയും ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും തരത്തിലോ ഉള്ളൊരു ഓപ്പറേഷന് വിധേയമായ ആളെക്കാൾ കൂടുതൽ ആരോഗ്യവാന്മാരാണ് ഹൃദയം മാറ്റിവെച്ച ആൾക്കാർ. തീർച്ചയായിട്ടും. കാരണം അവർ ജനറലി അവർ യങ്സ്റ്റേഴ്സാണ്, യുവാക്കളാണ്. അവരുടെ ഹൃദയം ഒരു നോർമൽ ഹൃദയമാണ്, നമ്മളൊരു ഗ്യാരണ്ടീഡ് ഹാർട്ടാണ്. നമ്മളെല്ലാ പരിശോധനകൾക്ക് ശേഷമാണ്. ബൈപ്പാസ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇച്ചിരി എൽഡർലി പേഴ്സൺ ആകാം, അവർക്ക് ഡയബറ്റീസ് കാണാം, മറ്റു ചില പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രോബ്ലംസ് കാണാം. അപ്പോൾ അവരെക്കാളെല്ലാം ഉപരിയായിട്ട് ഇവരുടെ ഹാർട്ട് വിൽ ബി മച്ച്. 24 വയസ്സുള്ള ശ്രുതിക്ക് എത്ര വയസ്സുള്ള ഹൃദയമാണ് ഡോക്ടർ വെച്ച് പിടിപ്പിച്ചത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36 തോന്നുന്നു ജോസഫിന്. രാജേഷ് 36. അപ്പൊ 12 വയസ്സ് മൂപ്പ് കൂടി ശ്രുതിക്ക് അല്ലേ? ശ്രുതി 24 വയസ്സിൽ നിന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 36 വയസ്സായി മാറി. ഇല്ല, പെൺകുട്ടികൾ ഒരിക്കലും വയസ്സ് കൂടിയ കാര്യം സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്നത് അതനുസരിച്ച് എന്തെങ്കിലും ചിന്താഗതിയിൽ മാറ്റം വന്നോ? ഇല്ല, മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ പഴയ ശ്രുതി തന്നെയാണ്. 2 വയസ്സ് കൂടി, അത് സമ്മതിക്കുന്നില്ല. ശ്രുതിയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിരിക്കാനും ചിരിക്കാനും പറ്റുന്ന ഒരാളാണ്. ഹൃദയം വേറൊരു ഹൃദയം കൊണ്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല, വേണമെങ്കിൽ മെഡിക്കൽ സയൻസ് ഇത്തരത്തിലുള്ള ദുർഘടങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി സ്വാഭാവികമായിട്ടും ഡോക്ടറെ പോലുള്ള വരദാനങ്ങളായിട്ടുള്ള ഡോക്ടർമാരുടെ പരിരക്ഷ കൊണ്ടുകൂടിയായിരിക്കണം ഒരാൾ വരാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം സർ. സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അത്രത്തോളം വാക്കുകളുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ അതും എത്രയും കഷ്ടപ്പാടുള്ള സമയത്ത് അച്ഛൻ്റെ ഒരു ഓപ്പറേഷൻ സാറ് ചെയ്തു, അതും ഭയങ്കര സക്സസ്ഫുൾ ഓപ്പറേഷൻ. ശരിക്കും അന്ധമായ ഒരു വിശ്വാസമായിരുന്നു സാറ്. നന്നായി എന്താ പറയുന്നത്, സാറിനുള്ളൊരു വിശ്വാസം, അതും സാറിൽ എൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമായിരുന്നു സാറ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവിടെ മാത്രമാണ് ചെയ്യുള്ളൂ. സാറിൻ്റെ ലിറ്ററലി ഗോഡ് ഗിവൻ ഹാൻഡ്സ് പോലെയാണ്. അപ്പോൾ വളരെ വളരെ നന്ദി സർ. എൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സാറിൻ്റെ എക്സ്പീരിയൻസ്, സാറിൻ്റെ ഒരു വളരെ നല്ലൊരു ലൈഫിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് പറയാനായിട്ട് നല്ല 2-3 പോയിന്റ്സ്, അത് ശരിക്കും എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് സർ, ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. ശ്രീശാന്ത്, ഒരുപാട് സെലിബ്രിറ്റികളാണ് ഡോക്ടർക്ക് വേണ്ടിയിട്ട് ആശംസ ചൊരിയാൻ വേണ്ടിയിട്ട് വരുന്നത്. ഒരുപക്ഷെ ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ അവരെപ്പോലുള്ള ആൾക്കാർക്ക്? ശ്രീശാന്ത് ജീവിതം തന്നെ വളരെയധികം സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകണം ഈ കാലഘട്ടത്തിനിടയ്ക്ക്. അദ്ദേഹം ഞങ്ങളുടെ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. കേരളത്തിലെ ഒരു ക്രിക്കറ്ററായിട്ട് അറിയുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ 2ാമത്തെ മകൻ, മൂത്ത മകൻ, അവരെല്ലാം ക്രിക്കറ്റ് പ്രേമികളായിരുന്ന സമയത്ത്
ശ്രീശാന്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. വളരെ അഗ്രസീവ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ശ്രീശാന്ത്. നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ കുടുങ്ങി എന്നുള്ളതല്ലാണ്ട്, പക്ഷേ അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പെർസീവറൻസ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് വിൽ പവർ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും ഒരു വിജയ ശ്രീലാളിതനായിട്ട് നമ്മളോടൊപ്പം വരുന്നത്. ആ പെർസീവറൻസ് ആണ് ശ്രീശാന്തിൻ്റെ ജീവിതത്തിലൂടെ ശ്രീശാന്ത് ബാക്കിയുള്ള യുവാക്കൾക്ക് കൊടുത്തൊരു സന്ദേശത്തെക്കാൾ വലിയൊരു സന്ദേശം എനിക്ക് കൊടുക്കാനുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വളരെ വളരെ എന്തായാലും ഡോക്ടർ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ളൊരു മെസ്സേജാണ് ശ്രീശാന്തിന് കൊടുത്തത്. ശ്രീശാന്ത്, ഡോക്ടറുടെ എല്ലാ ഭാവങ്ങളും ശ്രീശാന്തിൻ്റെ ഭാവി പരിപാടികൾക്കുണ്ട് എന്ന് താങ്കൾ ഉറപ്പിക്കാം. വേറൊരാൾ, പക്ഷേ ഡോക്ടർക്ക് കാണാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരാളും കൂടി നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ മറഞ്ഞിരിപ്പുണ്ട്. വരട്ടെ. നമസ്കാരം, ഡോക്ടർ ജോസ് പെരിയപ്പുറം. ഡോക്ടർ ജോസ് പെരിയപ്പുറമായിട്ടുള്ള എൻ്റെ അടുപ്പം തുടങ്ങുന്നത് 2005-ലാണ്. ഭരത്ചന്ദ്രൻ IPS കഴിഞ്ഞ് റിലീസൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഡോക്ടറുമായിട്ട് പരിചയപ്പെടുന്നതും ഈ ഹാർട്ട് ഫൗണ്ടേഷനെ കുറിച്ചുള്ള ഒരു തോട്ട് അതിന് മുമ്പ് തന്നെ അദ്ദേഹം തുടങ്ങിയതാണ്. കൊച്ചിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് അദ്ദേഹം എന്ന ആ ഒരു തോട്ട് പ്രോസസ്സ് ഒന്ന് പങ്കുവെക്കുകയും അതിൻ്റെ അംബാസഡർ ആവണമെന്ന് പറഞ്ഞതും അതിൻ്റെ അംബാസഡറായിട്ട് ഞാൻ മനസ്സും ഹൃദയം കൊണ്ട് തന്നെ പെരുമാറി എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഒരുപക്ഷെ ഒരു ഹോർഡിങ്ങിൽ, പിന്നെ സ്വർണ്ണ പരസ്യങ്ങൾക്കൊക്കെ അത് ഒരുപാട് വന്നിട്ടുണ്ട്, ആദ്യമായിട്ടൊരു കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ആഹ്വാനം, അതാദ്യമായിട്ടുണ്ടായത് കൊച്ചിയിലെ ഹാർട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ്. ഡോക്ടർ ജോസ് പെരിയപ്പുറത്തിൻ്റെ ചിന്ത, പ്രവൃത്തി, അതിനോട് ചേരുന്ന പ്രവർത്തനങ്ങളാണ് ഹാർട്ട് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1000 പേർക്ക് ഫ്രീ ഹാർട്ട് സർജറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. അതിനുശേഷം ഒരുപാട് പരിപാടികൾ നടത്തി, ഒരു ഫോട്ടോഷൂട്ട് നടത്തി, വലിയ പരസ്യ പ്രചരണങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്ന 1000-ഓട് അടുക്കുകയാണ് ഹാർട്ട് സർജറി. എൻ്റെയൊക്കെ ആഗ്രഹം ഈ 1000 പേരെയും, അല്ലെങ്കിൽ അതിന് മേലെ ഉണ്ടെങ്കിൽ അത്രയും പേരെ കൊണ്ടുവന്ന ഒരു സമ്മേളനം, ഒരു പരസ്യത്തിന് വേണ്ടിയല്ല, പക്ഷെ ഒരു സമ്മേളനം നടത്തി അവരുടെ ഒരുപക്ഷെ വീണ്ടെടുത്ത് ഹൃദയ വികാരങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു വേദി ഒരുങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഡോക്ടർ അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കുമെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. താങ്കളുടെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട ആ ഹൃദയത്തിൻ്റെ ഉടമകളെയെല്ലാം നമുക്കൊരു വലിയൊരു മൈതാനത്ത് കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കണം. അത് വലിയൊരു സന്ദേശമായിരിക്കും. ഡോക്ടർ ഒരു പുതിയൊരു ഐഡിയ ആണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു മോട്ടിവേഷനാണ്. സുരേഷ് ഗോപിയുടെ ഒരു പ്രധാനപ്പെട്ട സജഷനാണ്. അവരെല്ലാം നമുക്കൊരു കുടക്കീഴിൽ കൊണ്ടുവരണം. എന്തോ ഡോക്ടർ ഇത് തോന്നുന്നു? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സംഭവമായിരിക്കാം. പലപ്പോഴും ഞങ്ങളുടെ ഈ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ സഹായിച്ച പേഷ്യൻസ് അവരുടെ ഐഡൻറ്റിറ്റി അറിയാനായിട്ട് പലപ്പോഴും ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ശ്രമിച്ചിട്ടില്ല. വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടന്നിരുന്ന ഒരു പ്രോജക്റ്റാണ്. ഈ ഹൃദയ ശസ്ത്രക്രിയകളിൽ ഭൂരിഭാഗം ശസ്ത്രക്രിയകളും നടന്നിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിലാണ്, മെഡിക്കൽ കോളേജുകളിലാണ്. ഒരുപക്ഷെ 2005 ഈ പ്രോജക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് 1000 ആളുകൾക്ക് 1000 പേഷ്യൻസിന് ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങാനുള്ള പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ വളരെ വിരളമായിട്ടേ നടന്നിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുത്തെ ആദ്യത്തെ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്ത് കൊടുത്ത് ആ പ്രോഗ്രാം അവിടെ ഇനീഷ്യേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആ പ്രോഗ്രാം പെർപ്പച്വേറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അത് 1000 രോഗികൾക്ക് സഹായിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി കേരളത്തിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ആരംഭിക്കാനുള്ള ഒരു വലിയ പ്രചോദനമായിട്ട് ഈ 1000 ഹാർട്ട്സ് പരിണമിച്ചു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 1000 രോഗികൾക്ക് അഡ്രസ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവരെ ഞങ്ങൾ പേഴ്സണലായിട്ട് ആരാണെന്ന് മനസ്സിലാക്കാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്ത പേഷ്യൻസിനാണ്. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വേദി ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ വലിയൊരു സംഭവമായിരിക്കും. അതിൽ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരെയും മമ്മൂക്കയെ പോലുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുകയും ചെയ്യണം. എന്താ കാരണം വെച്ചാൽ അതൊരു മോട്ടിവേഷൻ കൂടിയാണ്. എന്താ കാരണം വെച്ചാൽ ഈ ഹൃദയം എന്നുള്ളത് അനായാസേന കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്ന പോലെ വലിയൊരു ഹൃദയത്തിന് ഭാരം കൂടിയെന്നൊക്കെയുള്ള ഭാഷകൾ സാഹിത്യത്തിലും അതുപോലെ തന്നെ കലയിലും മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. ഈ ഡോണേഴ്സൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ
പലരും സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, വളരെ സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. വലിയൊരു എലീറ്റ് ഫാമിലിയിൽ നിന്നുള്ള ഒരു ഡോണറെ കാണാൻ കഴിയുന്നില്ല എനിക്ക്. ഇതൊരു വിമർശനമാകാം ഒരുപക്ഷെ, വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ശ്രേണിയിലുള്ള ആൾക്കാരെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യമായിട്ട് വേണം പരിണമിച്ചേക്കാം വേണമെങ്കിൽ. എന്തുകൊണ്ട് ഒരു പ്രവണതയാണോ, അതെയോ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതെയോ എൻ്റെ തോന്നൽ മാത്രമാണോ? ഞങ്ങളുടെ മെഡിക്കൽ ഡിസ്കഷനിലും പല പ്രാവശ്യം ഉയർന്നു വന്നിട്ടുള്ള ഒരു പോയിന്റാണത്. ഐ തിങ്ക് ഇഫ് യു ഹാവ് നോട്ടീസ്ഡ് ഇറ്റ് യുവർ സെൽഫ്, ദാറ്റ് ഈസ് എ വെരി ഗുഡ് അറ്റൻഷൻ ടു ദാറ്റ് മാറ്റർ. നമ്മൾക്ക് ഹൃദയം തന്നിട്ടുള്ള ഈ നീലകണ്ഠ ശർമ്മ ഒരുപക്ഷെ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് വലിയ സ്ട്രോങ് അല്ലെങ്കിലും സമൂഹത്തിലെ ഇപ്പം മന്ത്രി ശിവകുമാറുമായിട്ട് വളരെ ക്ലോസ് ബന്ധങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലത്തെ ഉള്ളൊരു എലൈറ്റ് സർക്കിൾ, പുള്ളി ലയൺസിൻ്റെ ഒരു ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഒരു കാലഘട്ടങ്ങളിൽ. അതൊഴിച്ചാൽ ബാക്കി നമ്മളുടെ ഹൃദയം ഒരു സാധാരണക്കാരനായിരുന്നു. അതെ. ജനറലി നമ്മൾക്ക് എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയുണ്ട്. സാധാരണക്കാർക്കായിരിക്കാം ഒരുപക്ഷെ സാധാരണ വ്യക്തികളുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കുള്ളൂ. ഹൃദയവിശാലത അവർക്കാണോ കൂടുതൽ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഒരു സമൂഹത്തിലെ ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ വിഷമങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൽ ഭാഗഭാക്കാകാൻ സമയവും സാഹചര്യവും ഇല്ലാതെ നെട്ടോട്ടം ഓടുന്ന ഒരു ഗ്രൂപ്പാണ് എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ വ്യക്തികൾ, നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ചുറ്റും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സാധാരണ വ്യക്തികളായിരിക്കും. നമ്മളിപ്പോൾ സുനിലിനെ കൊണ്ടുവന്നു. കൂലിപ്പണിക്കാരനായിട്ടുള്ള സുനിലിൻ്റെ അച്ഛൻ സുകുമാരനാണ് ആദ്യം കേരളത്തിൽ ഒരു ഹൃദയം സംഭാവന ചെയ്തത്. അതെ. അതേസമയം ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്ന എത്രയോ ആൾക്കാർ മസ്തിഷ്ക മരണം സംഭവിച്ച് അല്ലെങ്കിൽ മരിച്ച് വേർപിരിയുന്നു. ഒരാളുടെ ഹൃദയം പോലും ഞാൻ നോക്കിയിട്ട് വേറെ ആളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രദാനം ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഒരു വിമർശനമാകാം. പക്ഷേ ഡോക്ടർ തന്നെ അത് അടിവരയിട്ട സ്ഥിതിക്ക് എനിക്കതിനകത്തൊരു സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ പാവങ്ങളുടെ ജീവിത സന്ദേശങ്ങൾ ഒരുപക്ഷെ എല്ലാ സമൂഹത്തിൻ്റെ തട്ടിലുള്ള വ്യക്തികളിലേക്കും അത് വിഹരിക്കട്ടെ, അത് പകരട്ടെ, അവർക്ക് കൂടിയിട്ട് ആ സന്ദേശം ഉൾക്കൊള്ളാനുള്ള ഒരു എന്താ പറഞ്ഞതിൻ്റെ ഒരു പ്രാഗൽഭ്യം, ഒരു നൈപുണ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വേറൊരാളെയും കൂടി നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. നൈനു. പറയൂ, നൈനുവിനെ പരിചയപ്പെടുത്ത്. നൈനു പെയിന്റിംഗ് ആയിരുന്നു ജോലി. പറയൂ നൈനു, നൈനുവിന് എന്താ പ്രത്യേകത? ഇവിടെ വേറെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്, പക്ഷേ ഞാനെന്തുകൊണ്ടാണ് നൈനുവിന് മൈക്ക് തന്നത് പറ. ഇപ്പം എനിക്ക് പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഒരു പ്രത്യേകതയില്ല, എപ്പോഴെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? നേരത്തെ സർജറിക്ക് മുന്നേ. നൈനുവിൻ്റെ ഹൃദയം നൈനുവിൻ്റെ അല്ല. എനിക്കിപ്പോൾ അങ്ങനെ തോന്നണില്ല. ഇപ്പോൾ ആണ്, നേരത്തെ ആയിരുന്നില്ല. ഇപ്പം എൻ്റേതായിട്ടാണ് തോന്നണേ, വേറൊരു ഹൃദയമാണ്. അല്ല, നൈനു പേടിക്കണ്ട, ഞങ്ങൾ ആ ഹൃദയം എടുക്കാനൊന്നും പോകുന്നില്ല, അതവിടെ കിടക്കട്ടെ, അതവിടെ തന്നെ ഇരിക്കുള്ളൂ. ഡോക്ടറെ നമ്മളത് തുടത്തില്ലല്ലോ. അത് വേണമെങ്കിൽ ഡോക്ടർ വന്ന് എൻ്റെ മുകളിൽ വേണമെങ്കിൽ ആ ചങ്ങക്കൂട്ടിൻ്റെ മുകളിലൊക്കെ ഇവിടെ കൈവച്ച് നോക്കുന്നിരിക്കും. പക്ഷേങ്കിൽ അതവിടെ തന്നെ ഭദ്രമാണ്. നൈനു എങ്ങനെയായിരുന്നു? എന്താണ് നൈനുവിന് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? ടെൽ മീ. എന്തൊക്കെയാണ്? എനിക്ക് നെഞ്ചുവേദനയാണ് ഉണ്ടായത്. ഏത് വയസ്സിൽ? 24 വയസ്സ്. 24 വയസ്സ്? 24 വയസ്സിലൊരു അപകടം പിടിച്ച വയസ്സാണല്ലോ. പറയൂ. ബ്ലഡ് ഛർദിച്ചു. പെയിന്റിംഗ് ജീവനക്കാരനാണ്? അതെ അതെ. ഓക്കെ. എന്നിട്ട് 24-ാം വയസ്സിൽ താങ്കൾ രക്തം ഛർദിക്കുന്നു. ആ ഡോക്ടറെ അടുത്ത് പോകുന്നു? അല്ല, ഞാൻ വേറെ ഹോസ്പിറ്റലായിരുന്നു, അമൃതയിലായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു, അവർ മെഡിസിൻ തന്നു. അവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ. എന്താണ് കാരണമെന്ന് അവർ പറഞ്ഞോ? എന്തുകൊണ്ടാണ് രക്തം ഛർദിച്ചതെന്ന് പറഞ്ഞോ? അത് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, ഒരു ഹോളുണ്ട്, ASDO. പിന്നെ ഹാർട്ടിന് കനക്കൂടുതലാണ്, ബലക്കുറവ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഡോക്ടറുടെ പേഷ്യൻ്റായി മാറുന്നു. അതൊക്കെ ഞാൻ 1.5 വർഷം കഴിഞ്ഞാണ് സാറിൻ്റെ അടുത്ത് വന്നത്. 1.5 വർഷം താങ്കൾ ആ ഹോളുമായിട്ട് നടന്നു? ഞാൻ ഈ അമൃതയിൽ പോയായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ. പിന്നെ വേറെ കുറച്ച് ഹോസ്പിറ്റലൊക്കെ കാണിച്ചായിരുന്നു. അപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഓപ്ഷനൊന്നുമില്ല, കുറച്ച് നാൾ അല്ലെങ്കിൽ കുറേ നാൾ, ഏത് നിമിഷം എന്ത് സംഭവിക്കാം, ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടും താങ്കൾ 1.5 വർഷക്കാലം ആ ഹോളുമായിട്ട് നടന്നു, ജോലിയും ചെയ്തു, മെഡിസിൻ കഴിച്ചായിരുന്നു, ജോലിക്ക് പോയിരുന്നു. ഡോക്ടർ നോക്ക്, ഒരു പാവപ്പെട്ട ഒരു പെയിന്റിംഗ് തൊഴിലാളിയുടെ ജീവനക്കാരൻ്റെ സ്ഥിതിയാണ്. വേറെ വല്ലവരാണെങ്കിൽ, അല്പം വേറെ വല്ല ആളാണെങ്കിൽ അപ്പം തന്നെ ഹൃദയാഘാതം വന്ന് പോകുമായിരുന്നു. താങ്കളൊരു സാധാരണക്കാരനായതുകൊണ്ട് താങ്കൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. എങ്ങനെയാണ് ഡോക്ടറുമായിട്ട് ഈ ഹൃദയത്തിൻ്റെ കാവൽ മാലാഖയുമായിട്ട് എപ്പോഴാണ് കണ്ടുമുട്ടിയത്? അവിടുത്തെ ഡോക്ടറെ കാണാനായിട്ട് വിളിച്ചപ്പോൾ പുള്ളി വേറെ എവിടെ ടൂറിന് പോയേക്കുമായിരുന്നു. അപ്പം എനിക്ക് പെയിൻ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞ അനുസരിച്ച് ഞാനിവിടെ വന്ന് സാറിനെ കാണണമെന്ന് പറഞ്ഞ്, ഞാൻ റോണി സാറിനെ കാണണമെന്നാണ് പറഞ്ഞത്.
അപ്പം എനിക്ക് സാർ ഏതാണെന്ന് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്കാണ് പോവാറ്. അപ്പം അങ്ങനെ ജോസഫ് സാറിനെ കണ്ടു. സാറ് നേരെ സാറിൻ്റെ അടുത്തിട്ട് വിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു കൂടെ ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ അളിയനുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ്, വിളിച്ചുകൊണ്ട് പിറ്റേ ഒരു ദിവസം സാറ് പറഞ്ഞ ദിവസം വന്നു. സാറ് പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ചെയ്ത് നോക്കാം, സക്സസ് ആവണമെന്ന് പറഞ്ഞു. വേറൊരു ഹൃദയം എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ വളരെ മൃദുവായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും നിന്നും മനസ്സിലായോ അതിൻ്റെ പ്രത്യാഘാതവും ആഘാതവും അതിൻ്റെ പ്രാധാന്യമൊക്കെ? മനസ്സിലായി. എങ്കിലും സാറിൻ്റെ കൈകൾ ദൈവത്തിൻ്റെ കൈകളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ഇല്ല, ഞാൻ ശരിക്കും അറിഞ്ഞതാണ്. എന്താ വെച്ചാൽ എനിക്ക് അവിടെ പോയി എന്ത് ചെക്കപ്പ് ചെയ്താലും സാറായിട്ട് സംസാരിച്ച് വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ സാറായിട്ട് സംസാരിച്ചാൽ പോലും ഞാൻ ഹാപ്പി ആയിരിക്കും. ഒരു പ്രത്യേക സംസാരം നല്ല രീതിയിലാണ്, നല്ല ഫ്രണ്ടിനെ കൂട്ടാണ് സാറ് പെരുമാറുന്നത്. അങ്ങനെ സാറിങ്ങനെ പറഞ്ഞു ചെയ്യാന്ന്. എന്നിട്ട് എങ്ങനെ സംഘടിപ്പിച്ചു അത്? അപ്പം തന്നെ കൂട്ടുകാരോട് പറഞ്ഞു. ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു, വീട്ടിലും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ട്, പുള്ളിനോട് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയാം. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇത്രയും പൈസയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി കൂട്ടുകാരെ വിളിച്ച് പുള്ളി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പത്രക്കാർ വന്നു. പത്രക്കാരുടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവർ തന്നെ എല്ലാം ചെയ്തു, എല്ലാം സ്പീഡിന് ചെയ്തു. പിന്നെ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ രജിസ്റ്റർ ചെയ്ത് ഹാർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ പിടിയുന്നായിരുന്നു. പിന്നെ സാറിനെ കാണുമായിരുന്നു ഇടയ്ക്ക്. ആ ദിവസം ഓർമ്മയുണ്ടോ? ഫെബ്രുവരി 9. ഏത് വർഷം? ഈ 6 മാസമായുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. ഓ, ഈ വർഷത്തിന് നടന്നതാണ്, 6 മാസം മുമ്പ് നടന്നതാണ്. അതെ അതെ. ആ ഹൃദയത്തിന്റെ ഉടമയെ ഓർമ്മയുണ്ടോ? ഒരു ഞാൻ കോണ്ടാക്ട് ഇല്ല എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞിട്ട് അവരായിട്ട് കോണ്ടാക്ട് മതി എന്നാണ് പറഞ്ഞേക്കണേ. 1 വർഷത്തേക്ക് ഡോക്ടർ ഇവര് ബന്ധുക്കളായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, അങ്ങനെയുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സമയപരിധികളൊന്നുമില്ല. എങ്കിലും അതാണ് നല്ലത്, അഭികാമ്യം അല്ലേ? അതെ. ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. താങ്കൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒത്തിരിയുണ്ട്. എന്തൊക്കെ വന്നു? സ്വഭാവത്തിൽ മാറി വ്യത്യാസം? സ്വഭാവത്തിനൊന്നും മാറിയിട്ടില്ല. നേരത്തെ കുറെ ചീത്ത സ്വഭാവങ്ങൾ മാറി കിട്ടിയില്ലേ? സ്വഭാവം ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ മറ്റേ ഇവൾക്ക് മാറി പോലെ കുറെ ഡിലീറ്റ് ചെയ്ത് പോയാ? ഇല്ല, കൂടെ തന്നെ ഉണ്ട്. ശരി. അവൾക്ക് പറ്റിയ പ്രശ്നങ്ങളൊന്നും ഇയാൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇവൾക്കങ്ങനെ പറ്റിയത് എന്തുകൊണ്ട് തോന്നി? അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞില്ല. നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം ഡോക്ടർ ഈ ഹാർട്ടിലേക്ക് കൂടി പകർത്തി തന്നല്ലേ? ഇല്ല, സാറാ തിരികെ വെച്ച് തന്നു. ഞാൻ വെറുതെ നിന്ന് കിടക്കുമായിരുന്നു. ഭയങ്കര ക്ഷീണം. ഞാൻ ഓരോ ദിവസം തോറും എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ സാറിനെ വിളിച്ച് പറയുമായിരുന്നു. ഭാരം കൂടി വരുമായിരുന്നു? അല്ല, എനിക്ക് തളർന്നു പോകുമായിരുന്നു. എണിച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ എനിക്ക് നടക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പൊ സർജറിക്ക് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ വളരെ ഇതായി. ഇപ്പൊ ശരിക്കും ഇതായി. ഇപ്പം സാധാരണ നോർമൽ ഇതാണ്. എന്നാലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി ചെയ്യുന്നില്ല, റെസ്റ്റ് ആണ്. പക്ഷെ എങ്കിലും പഴയ വിമിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കിതപ്പും ഒക്കെ ഭാരമൊക്കെ മാറി. പിന്നെ ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. അപ്പൊ 6 മാസമായുള്ളൂ, പയ്യെ മാറുള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഒത്തിരി ഫ്രീ ആയ ശരീരം. ഇടയ്ക്ക് നെഞ്ചിലേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല, ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. ദൈവം തന്നൊരു ജീവിതം. താങ്കൾ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ സർജറിക്ക് 1 മാസം മുന്നെയാണ് അപ്പച്ചൻ മരിച്ചുപോയ. പിന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. ഇപ്പൊ വീട്ടിൽ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കാണ് അല്ലേ? അതെ. എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 26 ആകുന്നു. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഗേൾഫ്രണ്ട് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കൃത്യമായിട്ട് മനസ്സ് വായിക്കുന്ന ആളെന്ന് മനസ്സിലായില്ലേ? കണ്ട, അയാൾ മാത്രം ആ കുട്ടിയെ, പക്ഷെ ഹൃദയത്തെ അല്ല അപ്പൊ സ്നേഹിച്ചതല്ലേ? അതെ. അറിയില്ല, അവരോട് ചോദിക്കണം. എന്തായാലും ഈ ഷോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ഹൃദയധർമ്മിണിയെ ആൾക്കാർ കാണുന്നതാണ് അല്ലേ? അവരോടുള്ള വികാര വായ്പയും ഒക്കെ അതുപോലെയൊക്കെ ഉണ്ടോ? സ്നേഹമൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. ഹൃദയം മാറ്റിയിട്ട് യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതാണ് ഡോക്ടർക്ക് ഒരു പ്രത്യേകത. ഡോക്ടർ പഴയ ഹൃദയത്തിലെ എല്ലാ ഡേറ്റാസും പുതിയ ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള വിദ്യയുണ്ട്. അതും കൂടി ഈ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമേ ചെയ്തില്ല. അതിനകത്ത് ഒരുപാട് പേരുള്ളത് അത് പ്രശ്നമായി പോയി. അതെ, ഇയാൾക്ക് വേണ്ടി ഒരാളെ ഉള്ളതുകൊണ്ട് അല്ലേ ഡോക്ടർ? വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതെ, ട്രാൻസ്ഫർ വളരെ എളുപ്പമായി തോന്നി. എന്തായാലും താങ്കളുടെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ഈടും പാവുമുണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു സന്ദേശമാണ് നമുക്ക് പ്രദാനം ചെയ്തത്. ഡോക്ടറെ അവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളതാണ്.